പറയാ എന്താ ഇതേത് ലോകത്താ എന്താ സമയം രാവിലെ ഇങ്ങനത്തെ ഞാനല്ലോ എന്താ ഉണ്ടല്ലോ എന്താ കാര്യമുണ്ട് അതെന്താ എന്താണ് നിങ്ങളൊക്കെ ഒരു കാര്യം പറയണ്ടത് എന്താ അതെന്താ ഉണ്ട് കല്യാണം ഉറപ്പിച്ചു. ഇല്ല ഇപ്പൊ ഉറപ്പിച്ചോളൂ. എവിടെയാന്ന് ചെക്കൻ എവിടെയാ ആ ചെക്കൻ പുറത്താ. അല്ല ഫോട്ടോ ഉണ്ടോ ബിസിനസ് ചെയ്യോ? കണ്ടുപോലുണ്ടല്ലോ പ്ലസ് ടു പഠിച്ച് അതിന് കിട്ടുന്ന കുട്ടിയില് ആരെങ്കിലും ഇവിടെ തോന്നുന്നുണ്ടോ? നല്ലില്ലല്ലേ എന്താ ചെയ്യുന്ന ബിസിനസ്സാ? അപ്പൊ ഇല്ല ഡേറ്റ് ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് പഠിക്കാൻ നീ പഠിച്ചു കഴിഞ്ഞ് ജോലിയിലായിട്ട് പറഞ്ഞല്ലേ? അവര് പഠിപ്പിക്കാന്ന് പറഞ്ഞപ്പോ വീട്ടുകാർ സമ്മതിച്ചു. നമുക്ക് ട്രീറ്റ് വേണം കേട്ടോ. എന്തായാലും ട്രീറ്റ് തന്നിട്ടേ നമ്മൾ വിടുള്ളൂ. ദേവികെ, എടി ദേവികെ, നിന്നോടൊരു ചായ ചോദിച്ചിട്ട് എത്ര സമയമായി? വരുന്നേ എന്തോന്ന് ചായ അടിയില്? ഇത്രയും കാലം നിനക്കൊരു നല്ല ചായ ഉണ്ടാക്കാൻ അറിയില്ലേ? എന്റെ കിരണേ, അവള് കൊറേ സമയമായി ഫോണും കൊണ്ട് കളിക്കും. നീ ഒന്ന് പോയി നോക്കി. നീ കൊറേ സമയമല്ലേ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ആരോട് നീ സംസാരിക്കുന്നത്? ഞാൻ എന്റെ അമ്മയെ വിളിച്ച്. അമ്മ രാവിലെ മുതൽ അടുക്കളയിൽ പണിയെടുത്ത് നീ കണ്ടില്ലേ? എനിക്കൊന്ന് പോയി സഹായിച്ചൂടെ? ഞാൻ രാവിലെ 5 മണി മുതൽ പണിയെടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ അമ്മ ഒരു 5 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് കാണുന്നത്. മോളോ? എന്താ മോളെ ഒറ്റയ്ക്ക്? മോൻ വന്നില്ലേ? വേറെ ദേവികയോ? ഇതെന്നാ ഒരു മുന്നറിയിപ്പില്ലാണ്ട്? നീ എന്താ കരയാണോ? അറിയുന്നതോ? അവളെ കണ്ണയിൽ എന്തൊക്കെ കരട് പോയതായിരിക്കും. മോളിങ്ങ് വന്നേ. മോളെ എന്നാലും എന്നാ മോൻ വരാഞ്ഞേ? ഒരു മോൻ വന്നേക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അയാളുടെ സ്വഭാവം. ഭയങ്കര മോശം. എനിക്ക് അയാളുടെ കൂടെ ജീവിക്കൊന്നും വേണ്ട. മോളിങ്ങ് വന്നേ, നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാം. അമ്മ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. ഞാനിവിടെ പേടിച്ചു വിറച്ചാ ജീവിക്കുന്നേ. ഇന്നലെ എന്നെ അമ്മേനെ വിളിച്ചതിന് അയാൾ എന്റെ മുഖത്തടിച്ചു. ഇതായിരുന്നോ നീ ഇത്ര വലിയ പ്രശ്നമായിട്ട് കാണുന്നത്? കുടുംബജീവിതമാകുമ്പോ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കണം. ചില നേരത്തെ അയാൾക്ക് മാനസിക വിഭ്രാന്തി ഉള്ള പോലെയാ. എനിക്ക് പേടിയാ എന്നെ എന്തെങ്കിലും ചെയ്താലോ എന്ന് എഴുതിയിട്ട്. ഞാൻ ഇവിടെ വന്ന് നിന്നോട്ടെ അമ്മേ. എന്തേലും ജോലിക്ക് പൊക്കോളാം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ കല്യാണം നടത്തിയത്. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടി ഇത്ര നല്ലൊരു ബന്ധത്തിൽ ചെന്നേറിയിട്ടുണ്ടോ? ഈ അമ്മേനെങ്കിലും ഓർത്ത് എന്റെ മോളൊന്ന് അടങ്ങ്. പെൺകുട്ടികളാകുമ്പോൾ കുറച്ചെല്ലാം ചെന്നേറിയ വീട്ടിൽ സഹിച്ചും ക്ഷമിച്ചെല്ലാം നിൽക്കണം. നിനക്കെന്നെ അറിയുന്ന കാര്യമില്ലേ? അമ്മയൊക്കെ എങ്ങനെ കഴിഞ്ഞതാ? ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ശരിയാവും. അവൻ നേരെ ആയിക്കോളും. മോള് വെറുതെ വിഷമിക്കണ്ട. എന്റെ പൊന്നു മോളൊന്നും എങ്ങനെയെങ്കിലും അവിടെ പോയി എല്ലാം ശരിയാവും.
ദേവിക്ക് എന്തൊക്കെയുണ്ട് ഒരു വിശേഷം? അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു. അമ്മേടെ അടുത്ത് പോയിട്ട് ആ, അതെ, ഞങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്? അങ്ങനെ പോകുന്നു. ഇത് ജോലി കിട്ടുന്നവർക്കായിരുന്നു. ചെലവൊക്കെ എപ്പോഴാ? അതെ, അതും നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ അതിന്റെ നടക്കാത്തെ? അത് ഏട്ടനും വീട്ടുകാർക്കും അത്ര വലിയ താല്പര്യമില്ല. നീ അല്ലേ മുന്നേ പറഞ്ഞേ കല്യാണം കഴിഞ്ഞ് പഠിപ്പിക്കും ജോലിയാക്കി തരുമെന്നൊക്കെ? ആ, അന്ന് അവരങ്ങനെയൊക്കെ പറഞ്ഞേ, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. എല്ലാരും ഗവൺമെന്റ് ജോലി തന്നെ കിട്ടിയിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടിയല്ലേ ഗവൺമെന്റ് ജോബൊക്കെ കിട്ടിയിട്ട് വേണ്ടെന്ന് പറയും. അറിയില്ല, ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. നീ എന്താ ഈ പറയുന്നത്? എത്ര നാളെ നീ അവന്റെ ഔദാര്യത്തിൽ കഴിയുക? നീ എത്ര നല്ലോണം പഠിക്കുന്ന കുട്ടിയാ. നമ്മളെ ക്ലാസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് നിൽക്കുക തന്നെയാ. അതുമല്ല നമ്മളെ ലിസ്ന മിസ്സിനും മറ്റേ മിസ്സിനും എല്ലാവർക്കും നീ വലിയ കാര്യമായിരുന്നു. ഒരു ഗവൺമെന്റ് ജോബ് കിട്ടാന്ന് വെച്ചാൽ ചെറിയ കാര്യമാണോടി. ലിസ്റ്റിലൊക്കെ വരാന്ന് വെച്ചാൽ എന്നിട്ട് നീ വേണ്ടാന്നൊക്കെ പറയുന്നേ. ഇവിടെ അന്നേ പറഞ്ഞതല്ലേ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ മതിയെന്ന്. ഇവിടെ തേവി നീ ചിന്തിച്ചു നോക്കി. എനിക്ക് എന്റെ സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ നീ മറ്റുള്ളവർ ആരും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാം. അതെ, ഇപ്പൊ നമ്മളെ തന്നെ കാണുന്നില്ല. നമുക്ക് ഒരു ജോലിയിലോട്ട് കുറച്ചെങ്കിലും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ഇതാ ബസ് വരുന്നുണ്ട്. ഞാൻ അമ്മയുടെ വീട്ടിൽ പോയാ. ഇതൊരു പോസ്റ്റ് ഉണ്ടേ, ആ, ശരി. പോസ്റ്റ് വേൻ തന്നത്. ഇവിടെ ആളില്ലാത്തോണ്ട് അവിടെ വിട്ടേൽപ്പിച്ചതാണ്. ശരി എന്നാലേ. ആ, ശരി. ഏട്ടാ, എനിക്ക് PSC ലെറ്റർ വന്നു. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം. തൽക്കാലം നീ എവിടെയും പോണ്ട. അതെന്താ അങ്ങനെ പറയുന്നേ? നീ ജോലിക്ക് പോയിട്ട് വേണ്ട ഇവിടെ കഴിയാൻ. ഇതല്ലല്ലോ ആദ്യം പറഞ്ഞേ. കല്യാണത്തിന് നിങ്ങൾ പറഞ്ഞല്ലായിരുന്നു ജോലിക്കൊക്കെ പോകുന്നു. അന്നങ്ങനെ പലതും പറയും, അതിപ്പോ മാറി. പിന്നെ ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചേ? എന്റെ കൂടെയുള്ള എല്ലാരും ജോലിക്ക് പോയി തുടങ്ങി. ഞാൻ മാത്രം അടുക്കള പണി എടുത്ത് വീട്ടിൽ ഇരിക്കുന്നേ. നമുക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? പോണ്ടാന്ന് പറഞ്ഞാ പോണ്ട. ഞാൻ പോകും. സ്ത്രീകളെ എപ്പോഴും കാൽച്ചുവട്ടിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്കുള്ള മുന്നറിയിപ്പാണിത്. എത്ര അടിച്ചമർത്തിയാലും അവളുടെ ഉള്ളിലെ ചെറിയ കനല് മതി ആളിക്കത്താൻ. ഇത്തരം കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്ത്രീ അപമാനിതയാകുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. ഇതിനൊരു മാറ്റം വേണ്ടേ? സ്ത്രീയുടെ വ്യക്തിത്വം മാനിക്കപ്പെടേണ്ടതല്ലേ? അവൾ കൂടുതൽ ബഹുമാനവും മാന്യതയും അർഹിക്കുന്നു. ചിന്തിക്കൂ.